ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 81 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. വിജ്ഞായതു മനസ്തസ്യ രാഘവസ്യ മഹാത്മനാഃ സന്നിവൃത്യാഹ വാൾ തസ്മാൽ പ്രവിവേശ പുരീം തഥാ. മഹാത്മാവായ രാമന്റെ മനോഗതമറിഞ്ഞ അവൻ ആ പോരിൽ നിന്ന് പിൻവാങ്ങി പുരിയിൽ പ്രവേശിച്ചു. ശക്തന്മാരായ രാക്ഷസന്മാരെ വധിച്ചു തോർത്ത് ക്രോധത്താൽ കണ്ണു കലങ്ങിയ മഹാദ്യുതിമാനായ ആ ശൂരൻ വേഗം പുറപ്പെട്ടു. തപശ്ചിമേന ദ്വാരേണ നിര്യയോ രാക്ഷസൈർവൃത ഇന്ദ്രജിത്തു മഹാവീര്യ പൗലസ്ത്യോ ദേവകണ്ഠക. മഹാവീര്യവാനും പൗലസ്ത്യനും ദേവകണ്ഠകനുമായ ഇന്ദ്രജിത്ത് രാക്ഷസരാൽ പരിവൃതനായി പശ്ചിമഗോപുരത്തിലൂടെ പുറത്തു കടന്നു. അവിടെ വീരന്മാരും സോദരന്മാരും സമരസന്നദ്ധരുമായ രാമലക്ഷ്മണന്മാരെ കണ്ട് ഇന്ദ്രജിത്ത് അപ്പോൾ മായാപ്രയോഗം നടത്തി. ഇന്ദ്രജിത്തു രഥേ സ്ഥാപ്യ സീതാം മായാമയീം തഥാ ബലേന മഗധാവൃത്യ തസ്യാവതമരോചയൽ. ഇന്ദ്രജിത്ത് മായാനിർമ്മിതയായ സീതയെ തേരിലിരുത്തി വലിയ സൈന്യത്താൽ വലയം ചെയ്യപ്പെട്ട് അവളെ വധിക്കാൻ നിശ്ചയിച്ചു. മോഹനാർത്ഥം തു സർവേഷാം. എല്ലാവരെയും മോഹിപ്പിക്കാൻ ഉറച്ച ആ ദുർമതി സീതയെ വധിക്കാൻ ഉറച്ച് വാനരന്മാരുടെ നേർക്ക് ചെന്നു. തം ദൃഷ്ട്വാ ധ്വവിനിര്യാന്തം നഗര്യാഃ കാനനൗകസ. പുരത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അവനെ കണ്ട് കാടുവാഴികള് ക്രുദ്ധരായി കല്ലുമൂങ്ങിക്കൊണ്ട് പോരിനായിട്ട് ചാടിയെത്തി. ഹനുമാൻ പുരതസ്തേഷ ജഗാമ കപികുഞ്ചര. കപികുഞ്ചരനായ ഹനുമാൻ അവരുടെ മുമ്പിലായി തകർക്കാനാവാത്ത ഒരു പർവ്വത ശിഖരവും എടുത്തുകൊണ്ട് ചെന്നു. സദർശകഥാനന്ദാം സീതാമിന്ദ്രജിതോരഥേ. ഇന്ദ്രവൈരിയുടെ തേരില് ഒറ്റ വസ്ത്രമെടുത്തവളും പരവശയും ഉപവാസം കൊണ്ട് തളർന്നവളും നിരാനന്ദിയുമായ സീതയെ അപ്പോൾ കണ്ടു. പരികൃഷ്ടൈകവസനാം അമൃജ്യാം രാഘവപ്രിയാം. പിന്നിയ ഒറ്റത്തുണിയുടുത്ത് അലങ്കാരമില്ലാതെ നെയ്യിലാകെ പൊടിയും ചേറുമൊക്കെ പുരണ്ടുകൊണ്ട് രാഘവപ്രിയയായ ആ വരാംഗനയെ കണ്ടു. താം നിരീക്ഷ്യ മുഹൂർത്തം മൈഥിലി മധ്യവസ്യതു. ചെല്ലുനേരം അവളെ നോക്കി സീതയാണതെന്ന് തിരിച്ചറിഞ്ഞു. അല്പകാലം മുമ്പാണല്ലോ അവൻ ഈ ജനകാത്മജയെ കണ്ടത്. ദേഹത്തെല്ലാം അഴുക്കുപുരണ്ട ദീനയായി രഥത്തിലിരിക്കുന്ന മൈഥിലിയെ കണ്ട് മാരുതി ഖിന്നനായിക്കൊണ്ട് കണ്ണുനീര് വാർത്തു. അബ്രവീത്താന്തു ശോകാർത്താം നിരാനന്ദാം തപസ്വിനി. ശോകാർത്തിയും നിരാനന്ദിയും തപസ്വിനിയുമായ സീതയെ തേരില് ഇന്ദ്രജിത്തിനടുത്ത് കണ്ട് വാനരേന്ദ്രൻ ഇവന്റെ ഉദ്ദേശം എന്താണാവോ എന്ന് ചിന്തിച്ച് വാനര ശ്രേഷ്ഠന്മാർക്കൊപ്പം ഇന്ദ്രജിത്തിന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. തദ് വാനരബലം ദൃഷ്ട്വാ രാവണി ക്രോധമൂർച്ഛിത. ആ വാനരപ്പടയെ കണ്ട കോപമൂർച്ഛിതനായ രാവണി വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് സീതയുടെ ശിരസില് തീണ്ടി. മാരിയാൽ സൃഷ്ടിച്ച് തേരിലിരുത്തിയവളും രാമരാമ എന്നിങ്ങനെ കരയുന്നവളുമായ സീതയെ അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ രാവണി പ്രഹരിച്ചു. അവളുടെ തലമുടിയിൽ പിടികൂടിയത് കണ്ട് ഹനുമാൻ പാരവശ്യം പൂണ്ടു. മാരുതപുത്രൻ അഴൽ കൊണ്ട് മിഴിനീരൊക്കെ ഒഴുക്കി. തം ദൃഷ്ട്വാചാരു സർവാംഗീം രാമസ്യ മഹിഷീം പ്രിയ. രാമന്റെ പ്രിയപത്നിയും സർവാംഗസുന്ദരിയുമായ അവളെ കണ്ട് രോഷത്തോടെ രാവണപുത്രനോട് പരുഷമായിട്ട് പറഞ്ഞു, ദുരാത്മാവെ, തലമുടിയിൽ തൊട്ടത് നിന്റെ നാശത്തിന് കാരണമായിട്ട് വരും. ജനിച്ചത് ബ്രഹ്മർഷി വംശത്തിലാണെങ്കിലും രാക്ഷസ ജന്മത്തെ ആശ്രയിച്ചവനാണ് നീ. പാപകർമ്മം ചെയ്യുന്ന നിന്നെ ഞാൻ നിന്ദിക്കുന്നു. നിന്റെ ബുദ്ധി ഈ വിധത്തിലായില്ലോ നൃശംസ, അനാര്യ, ക്ഷുദ്ര, പാപപരാക്രമ. ഇത്തരം പ്രവൃത്തി നീചന്മാർക്കുള്ളതാണ്. നിർദ്ദയനാണ് നീ. നിനക്ക് അറപ്പില്ലേ. രാജ്യം, ഗൃഹം, രാമഹസ്തം ഇവയോട് വേർപിരിഞ്ഞവളാണ് മൈഥിലി. എന്തിനാണ് നീ ഇവളെ വധിക്കാനായിട്ട് തുനിയുന്നത്? എന്തു തെറ്റാണ് ഇവള് നിന്നോട് ചെയ്തത്? ഇവളെ കൊന്നുകഴിഞ്ഞാൽ ഒരു മട്ടിലും നീ നീണാൾ ജീവിക്കുകയില്ല. ഇത് ചെയ്തതിനാൽ വധ്യനായ നീ എന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു. ലോകത്തില്
പദാർഹരായവർക്ക് പോലും വർജ്യമായ ഏതെല്ലാം ലോകങ്ങളാണോ സ്ത്രീകാദികൾക്കുള്ളത്, അവയെ ജീവൻ വെടിഞ്ഞു എന്ന് നീ പ്രാപിക്കും. ഇങ്ങനെ ഒരു ചെയ്ത് സായുധരായിരിക്കുന്ന വാനരന്മാരാൽ ചുറ്റപ്പെട്ട ഹനുമാൻ വൃദ്ധനായി രാക്ഷസ രാജപുത്രന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. പാഞ്ഞെടുക്കുന്ന വീര്യമേറിയ വാനരസേനയെ ഭീമവേഗവാന്മാരായ രാക്ഷസസേന തടഞ്ഞ് നിർത്തി. ഇന്ദ്രജിത്ത് ആ വാനര സൈന്യത്തെ അനേകായിരം അമ്പുകൾ കൊണ്ട് ക്ഷോഭിപ്പിച്ച ശേഷം ഹരിശ്രേഷ്ഠനായിരിക്കുന്ന ഹനുമാനോട് മറുപടി ഉരച്ചു. സുഗ്രീവനും രാമനും നീയും ഇവിടെ ആരെ ചൊല്ലി വന്നുവോ, ആ വൈദേഹിയെ നീ നോക്കി നിൽക്കെ, ഇപ്പോൾ തന്നെ ഞാൻ കൊല്ലും വാനര. ഞാൻ ഇവളെ കൊന്ന ശേഷം രാമലക്ഷ്മണന്മാരെയും നിന്നെയും സുഗ്രീവനെയും അനാര്യനായ ആ വിഭീഷണനെയും കൊല്ലും. സ്ത്രീകളെ കൊല്ലരുതെന്നാണല്ലോ വാനര നീ പറഞ്ഞത്. ശത്രുക്കൾക്ക് പീഡാകരമായത് എന്തോ അതെല്ലാം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഇന്ദ്രജിത്ത് പറഞ്ഞതിന് ശേഷം കേടുന്ന മായാമയിയായ സീതയെ മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് വെട്ടി. പൂണൂൽപ്പാടിലൂടെ പിളർക്കപ്പെട്ട തപസ്വിനിയും പ്രിയദർശനയും ഋതുശ്രോണിയുമായ അവള് പൃഥ്വിയില് പതിച്ചു. ഇന്ദ്രജിത്ത് സ്വയം അവളെ വധിച്ച ശേഷം ഹനുമാനോട് പറയുകയാണ്, മയാ രാമസ്യ പശ്യേമാം കോപേന ചതിഷൂദിതാം യേഷാ വിശസ്താ വൈദേഹി വിപലോവ പരിശ്രമാം. ഞാൻ കോപം കൊണ്ടുവന്ന രാമപ്രിയെ നീ കാണുക. ഈ വൈദേഹി വധിക്കപ്പെട്ടു, നിങ്ങളുടെ പരിശ്രമം വ്യർത്ഥമായി. അവളെ കൂറ്റൻ വാളുകൊണ്ട് വെട്ടിക്കൊന്ന ശേഷം ഇന്ദ്രജിത്ത് സ്വയം സന്തുഷ്ടനായി തേരിലിരുന്ന അത്യുച്ചത്തില് അലറി. സമീപത്ത് നിന്നിരുന്ന വാനരന്മാര് ദുർഗത്തിൽ നിന്നുകൊണ്ട് വാപിളർന്ന് അലറുന്ന അവന്റെ ശബ്ദം കേട്ടു. ദുർമതിയായ രാവണി ആ വിധം വൈദേഹിയെ വധിച്ചുകൊണ്ട് പ്രഹൃഷ്ടചേതാഹ സബഭൂവ രാവണി. സന്തുഷ്ടമാനസനായി തം ഹൃഷ്ടരൂപം സമുദ്വീക്ഷ്യ വാനര വിഷണ്ണരൂപ സഹസാ പ്രതുദ്രുവം. അവന്റെ സന്തുഷ്ട രൂപം കണ്ട് വാനരന്മാര് വിഷണ്ണ രൂപരായിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു. ഇങ്ങനെ മായാസീതയെ ഇന്ദ്രജിത്ത് വധിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സർഗത്തിൻ്റെ വ്യാഖ്യാന വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദ വിന്ദാർപ്പണമസ്തു.